നമസ്കാരം. പരമശിവനെ ആരാധിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. പരമശിവനെ ആരാധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്ന് ചേരുന്നതുമാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. പരമശിവന്റെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യമാണ് നാം അറിയേണ്ടത്. ഏതൊരു കാര്യവും പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ സമീപിക്കുക. ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത്. സാക്ഷാൽ പരമശിവൻ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഗ്രഹങ്ങൾ നടക്കുവാനായി ശിവക്ഷേത്രത്തിൽ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പോകുന്നതും രണ്ടാമത്തെ ചിത്രം ശിവകുടുംബ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഒരു നിമിഷം ഏവരും കണ്ണുകൾ അടച്ച് പരമശിവനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എനിക്ക് തടസ്സം നിൽക്കുന്ന ആ കാര്യങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ആത്മീയപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. ബന്ധങ്ങൾ അനുകൂലമാവുകയും ആരുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്ന ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന അവസരങ്ങൾ കൂടിയാണ് ഇനി വന്നു ചേരുക. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഏത് കാര്യവും നന്നായി ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഒരു കാര്യത്തിനും എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഗുരുവിനെ ലഭിക്കുകയും ആ ഗുരുവുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അമ്മ, സഹോദരി, ഭാര്യ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് എങ്കിലും ഇവരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും. വിദ്യയിൽ ഉയർച്ച നേടുവാനും അതേപോലെ അറിവ് സമ്പാദിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷകമായ വ്യക്തിത്വം വന്നു ചേരും. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താലാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും ഉന്മേഷമില്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ വന്നു ചേരും. പുതിയ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉത്സാഹം വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. പുതിയ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും. കൂടാതെ ഈ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇരട്ടിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശിവകുടുംബ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുന്ന രീതിയിലുള്ള പിന്തുണ, അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും.
കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലരിൽ നിന്നും സ്നേഹം ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. നിങ്ങളിൽ വന്നു ചേരുവാൻ സഹായിക്കുന്ന പല വ്യക്തികളും, അതായത് നിങ്ങളിൽ സൗഭാഗ്യം വന്നു ചേരണം എന്നാഗ്രഹിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ ഈ സമയം ചെയ്യുക എന്ന കാര്യം, കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഇത്. സ്വന്തമായ കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കർമ്മരംഗത്ത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. ഭാഗ്യം ഇരട്ടിയായി തന്നെ നിങ്ങളെ തുണയ്ക്കുന്നതാകുന്നു. നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. എന്നാൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ചില അലസതകൾ, ആലസ്യം എന്നിവ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കാരണം ഭഗവാന്റെ കടാക്ഷമാണ് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി തീരും. അതിനാൽ തന്നെ കൃത്യതയോടെ ഭഗവാന്റെ ഈ അനുഗ്രഹം നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. കുടുംബദേവതാ പ്രീതിയും നിങ്ങൾ വരുത്തുക എന്ന കാര്യവും ചെയ്യുക. എന്ത് ദുരിതവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും അതെല്ലാം ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. എന്ത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപായി സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം അവസരങ്ങളിൽ സംയമനം പാലിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എടുത്തുചാടി ഏതൊരു തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടാലും അത് നിങ്ങൾക്ക് എതിരായി വന്ന് ഭവിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളിൽ വന്ന് ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. നെഗറ്റീവായ ചിന്തകൾ ചിലത് മനസ്സിലുണ്ട് എങ്കിൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ജീവിതത്തിൽ അറിവ് നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഭഗവാന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്.